ലഹരി മാഫിയ സംഘത്തിന് ആക്രമണം എന്നാണ് വാർത്ത. അപ്പൊ എന്താ നമ്മൾ ഈ ഇറങ്ങുന്നവർക്ക് പിടിക്കുന്നില്ല. ലഹരി വിരുദ്ധ സമിതി അംഗത്തിന് നേരെ ആക്രമണം ഉണ്ടായി. ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയതുള്ള പ്രതികാരം എന്ന് മർദ്ദനമേറ്റ മുഹമ്മദ് പറയുകയാണ്. ആദ്യം മുഹമ്മദിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അതിൽ ഇവർ 2 കൂടി 3 കൂടി വന്നുകാണ്ട് എന്നെ അടിക്കുകയും പിന്നെ കത്രി കണ്ടവരെ കയ്യിൽ അതിനോട് കുത്താൻ നോക്കിയാലും കൂടി ചെയ്തതാണ്. കല്ലെടുത്ത് കുത്തി അങ്ങനെല്ലാം കൂടി എന്നെ അടിച്ചാൽ തള്ളിയിട്ടതാണ്. പിന്നെ ഈ ലഹരി വിമുക്ത ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഞങ്ങളവിടെ പഞ്ചായത്തിൻ്റെ തലത്തിൽ. അപ്പോൾ അതിലൊരു മെമ്പറാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി തടയലുണ്ട്. അവിടെ റോഡുമേൽ രാത്രി ഇരുന്നുങ്ങാണ്ട് വരുന്ന പോലെ നോക്കലുണ്ട്. അപ്പോൾ ഇവരെ 2-3 പ്രാവശ്യം ഇപ്പോൾ ഞങ്ങൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്, പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് അതിൻ്റെ വൈരാഗ്യമായിട്ട് എന്നോട് ചെയ്തതാണ്. അല്ലെ സമീർ സി മുഹമ്മദ് ആ വാർത്തയുടെ വിവരണം ചേരുന്നുണ്ട്. സമീർ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ലഹരിക്കെതിരെ ഇറങ്ങുന്ന ഇപ്പോൾ SKന്റെ ഒരു വിരള് ഒരാൾ പിടിച്ചൊടിച്ചു അല്ലെ SKN. അപ്പോൾ തിരിച്ചു എന്ന് പറഞ്ഞാൽ MDMA കാരൻ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്കെതിരെ പറയുന്നത്. അപ്പോൾ മുഹമ്മദ് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത്? മുഹമ്മദ് നിരന്തരമായി ഈ സംഘത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണോ? ഗുഡ് മോർണിംഗ് SKN, ഹാഷ്മി ആൻഡ് പ്രിജിൻ. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി വിരുദ്ധ സമിതിയുടെ അംഗമാണ് മുഹമ്മദ്. ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരുന്നു. അതായത് പ്രമോദ് എന്ന ഒരു വ്യക്തിയുടെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി സംഘം പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രമോദിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഈ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. ഫോണിൽ വിളിച്ചുകൊണ്ട് താക്കീത് ചെയ്യുകയും അതുപോലെ ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ മുഹമ്മദ് പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ഇന്നലെ രാത്രി എത്തിയ 3 അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. മുഹമ്മദിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മുഹമ്മദ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയുമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ ഒരാളെ പോലീസിന് അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ലജീഷ് എന്ന പേരുള്ള വ്യക്തിയെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് 2 പേർക്കായി താമരശ്ശേരി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഹാഷ്മി.